ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. നമ്മൾ ഇതുവരെ ആരാണ് കോൺട്രാക്റ്റ് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്നുള്ളത് ആർക്ക് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഹു ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൺലി ദ promisee who can demand performance of the promise under contract. എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് പ്രകാരം പെർഫോം ചെയ്യേണ്ട പ്രോമിസി പെർഫോം ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് പ്രോമിസിക്കാണ് ഉള്ളത്. പ്രോമിസി പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പ്രോമിസിക്കുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് മേക്സ് no difference whether the promise is for the benefits of the promisee or for the benefit of any other person. ഇവിടെ എന്താ പറയുന്നത്? ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള പ്രോമിസിൻ്റെ ബെനഫിറ്റ് ആർക്കാണ് എന്നുള്ളത് അവിടെ എന്താണ് വിഷയമല്ല എന്നാണ് പറയുന്നത്. അവിടെ പ്രോമിസി ആരാണോ അവർക്കാണ് ആ ബെനഫിറ്റ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദ പ്രോമിസി ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. ഇവിടെ എന്താ പറയുന്നത്? ഇനി പ്രോമിസി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോമിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. Next, in certain cases, a third party can also enforce a promise under a contract even though he is not a party to the contract. For example, trust, marriage, settlements agent. കോൺട്രാക്റ്റുകളിലെ ചില കേസുകളിൽ ഒരു തേർഡ് പാർട്ടിക്കും കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത്തരം സ്പെഷ്യൽ കേസുകളിൽ വരുന്നത് ഒരു ജോയിൻറ്റ് പ്രോമിസർ ഉണ്ടെങ്കിൽ അതിൽ ആർക്ക് വേണമെങ്കിലും കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ടൈം ആൻഡ് പ്ലേസിനെ കുറിച്ച് പ്രത്യേകം കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് performance of a contract are matters to be determined by an agreement between the parties themselves. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ഫോം ചെയ്യുമ്പോഴേ അവിടുത്തെ പാർട്ടീസ് ആ പെർഫോമൻസ് ചെയ്യേണ്ട സമയം സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യാറുള്ളൂ. സെക്ഷൻ 46-50 ലേ ഡൗൺ ദി ഫോളോയിങ് റൂൾസ് ഇൻ ദിസ് റിഗാർഡ്സ്. ഇതിൽ സെക്ഷൻ 46-50 പ്രകാരം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സെക്ഷൻ 46, were no request to be made by the promisee and no time is specified in the contract, the promisee must be performed by the promiser within a reasonable time. ഇവിടെ പ്രോമിസറിന് ഒരു എസ് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോമിസറിന് കറക്റ്റായിട്ട് എഴുതാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 46 പ്രകാരം പ്രോമിസി ഒരു റിക്വസ്റ്റും വെച്ചിട്ടില്ല, ടൈമും അതുപോലെ തന്നെ അതിൻ്റെ ടൈമും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൻ 46 പ്രകാരം പ്രോമിസി ഒരു റിക്വസ്റ്റും വെച്ചിട്ടുമില്ല, ടൈമും ഒരു കോൺട്രാക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുമില്ലെങ്കിൽ പ്രോമിസർക്ക് ഒരു റീസണബിൾ ടൈമിലെ പ്രോമിസി പെർഫോമൻസ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 46 പ്രകാരം പ്രോമിസി ഒരു റിക്വസ്റ്റും വെച്ചിട്ടുമില്ല, ഒരു കോൺട്രാക്റ്റിലെ ടൈമും സ്പെസിഫൈ ചെയ്തിട്ടുമില്ലെങ്കിൽ പ്രോമിസർക്ക് ഒരു റീസണബിൾ ടൈമിൽ പ്രോമിസി പെർഫോമൻസ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അതായത് നോർമലി കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന ടൈം ഫിക്സ് ചെയ്യാറുണ്ട്. സപ്പോസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? പ്രോമിസിക്ക് അതെന്താണ് പെർഫോം ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് സെക്ഷൻ 47 where time is specified and no request is to be made by the promisee, the promiser may perform the promise at any time during the usual hours of business on such day and at the place at which the promisee out to be performed. ചില കോൺട്രാക്റ്റിൽ ടൈം ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പോരാത്തതിന് പ്രോമിസീൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസറിന് ആ പറഞ്ഞ ടൈം ആൻഡ് പ്ലേസിൽ വെച്ച് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 48 പ്രകാരം when a promisee is to be performed on a certain day with a request of promisee, the promiser may undertake to perform it after the application is made by the promisee to that effect. സെക്ഷൻ 46 പ്രകാരം സെക്ഷൻ 48 പ്രകാരം എന്താ പറയുന്നത്? കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് കൂടെ ഒരു കണ്ടീഷന് കൂടി വെച്ചിട്ടുണ്ട് എങ്കിൽ പ്രോമിസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസർ ആ പറഞ്ഞ ഡേറ്റിന് പെർഫോം ചെയ്യുക എന്നതിന് മുമ്പ് തന്നെ ആ പ്രോമിസിൻ്റെ അപ്ലിക്കേഷന് അവരോട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 49 when a promise is to be performed without a request by the promisee and no place is fixed for the performance of it, the promiser has to apply to the promisee to appoint a reasonable place for the performance of the promisee and to perform it at such place. സെക്ഷൻ 49 പ്രകാരം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട പ്ലേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു റിക്വസ്റ്റും വേണം എന്നുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുമില്ലെങ്കിൽ അത്തരം കേസിൽ പ്രോമിസറിന് എന്തും ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രോമിസിയോട് കൺസൾട്ട് ചെയ്തിട്ട് പ്രോമിസി പറഞ്ഞ പ്രകാരമാണ് പ്രോമിസർ പെർഫോം ചെയ്യേണ്ടത് എന്നാണ് ആ റൂൾസിൽ പറയുന്നത്. സെക്ഷൻ 49 പ്രകാരം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട പ്ലേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റും കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷനും വെച്ചിട്ടില്ലെങ്കിൽ അത്തരം കേസുകളിൽ പ്രോമിസർ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? പ്രോമിസിയോട് കൺസൾട്ട് ചെയ്തിട്ട് പ്രോമിസി പറഞ്ഞ പ്രകാരമാണ് പ്രോമിസർ പെർഫോം ചെയ്യേണ്ടത് എന്നൊരു റൂള് അവിടെ വരണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 50 പ്രകാരം when a promisee is to be performed in the manner and the time prescribed by the promisee, the promiser has to perform it in the same manner within the time specified. നോർമലി ഒരു കോൺട്രാക്റ്റുകളിൽ പ്രോമിസറും പ്രോമിസിയും പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്ലേസും ടൈമും ഒക്കെ. അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 15 പ്രകാരം ആ കോൺട്രാക്റ്റ് എന്താണ്, ആ ടൈം ആൻഡ് പ്ലേസിൽ തന്നെ പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ടൈം ആസ് ദ എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ടൈം ആസ് ദി എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഈസ് ദ എസൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് മീൻസ് ദ ടൈം ഫിക്സഡ് ബൈ ദി പാർട്ടീസ് ഫോർ ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഓർ റിഗാർഡഡ് by them as the most important conditions of the contract and for the breach of which they are entitled to avoid the contract. ഇവിടെ എന്താ എസൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്, ടൈം ആസ് ദ എസൻസ് ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ചില കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്
ടൈം ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിർബന്ധമായിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കും. കാരണം ആ ടൈമിന് ഏതെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ ആ ചെയ്ത കാര്യം കൊണ്ട് ഉപകാരമില്ലാത്ത കേസുകൾ ഉണ്ടാവും. അത്തരം കേസുകളിൽ ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് എന്നാണ് പറയുന്നത്. അതായത് ചില കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ വേരിയേഷൻ വന്നാൽ ആ ചെയ്ത കോൺട്രാക്റ്റിലെ കണ്ടീഷൻ അല്ലെങ്കിൽ ആ റീസൺ കൊണ്ട് ഉപകാരമില്ലാത്ത കേസുകൾ ഉണ്ടാവുക. അത്തരം കേസുകളിൽ ടൈം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 56 പ്രൊവൈഡഡ് ഇൻ ദിസ് റിഗാർഡ്. സെക്ഷൻ 55 പ്രകാരം എന്താ പറയുന്നത്? വെൻ ദ ടൈം ഈസ് ഓഫ് ദ എസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് എസൻസ്, ഇമ്പോർട്ടൻ്റ് എസൻസ് ആണ് എന്ന് പറഞ്ഞാൽ if the time is of the essence of the contract and there is a failure on the part of the promisor to perform his obligation within the fixed time, the contract becomes voidable at the option of the promisee and entitled for compensation. അതായത് കോൺട്രാക്റ്റിൽ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് എസൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നാൽ പ്രോമിസിക്ക് എന്താണ് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡബിൾ കോൺട്രാക്റ്റുകൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് കോമ്പൻസേഷൻ എൻടൈറ്റിൽ ചെയ്യാനുള്ള റൈറ്റുമുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വെൻ ടൈം ഈസ് നോട്ട് ഓഫ് ദ എസൻസ് എന്ന് വെച്ചാൽ ടൈം ഒരു എസൻസ് അല്ലാത്ത കേസുകളിലാണെങ്കിൽ ഇഫ് ദ ടൈം ഈസ് നോട്ട് ഓഫ് ദ എസൻസ് എ ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോമിസർ ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ വിത്തിൻ ദ ഫിക്സഡ് ടൈം ഡസ് നോട്ട് മേക്ക് ദ കോൺട്രാക്റ്റ് വോയിഡബിൾ ബട്ട് ദി promisee is entitled to compensation for any loss caused to him by such failure. ടൈം എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് എസൻസ് ആയി കൺസിഡർ ചെയ്യാത്ത കോൺട്രാക്റ്റുകളുടെ കേസിൽ കോൺട്രാക്റ്റ് ആ ടൈം പെർഫോം ചെയ്തില്ല എന്ന് വെച്ചിട്ട് കോൺട്രാക്റ്റ് വോയിഡബിൾ ആവുകയില്ല എന്നാണ് പറയുന്നത്. പകരം പ്രോമിസിക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? എന്താ പറഞ്ഞിരുന്നത്? ഒന്നാമത്തേത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോമിസിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹൂ മേ പെർഫോം ദി കോൺട്രാക്റ്റ്. ആരൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ടൈം ആൻഡ് പ്ലേസ്, അതുപോലെ തന്നെ ദ ടൈം ആസ് ദ എസൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.